FCTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജനാധിപത്യം, ഫെഡറലിസം, നിയമനിർമ്മാണ സഭകളിലെ വനിതാ സംവരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് FCTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പുതിയകോട്ടയിൽ വെച്ച് നടത്തിയ പരിപാടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. വനിതാ സംവരണ ബില്ലിലൂടെ BJP ലക്ഷ്യമിട്ടത് മണ്ഡല പുനർനിർണയവും ഉത്തരേന്ത്യയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭരണം നിലനിർത്താനുള്ള ഗൂഢനീക്കവുമാണെന്ന് പത്മാവതി കുറ്റപ്പെടുത്തി. തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അന്ന് സ്പീക്കർ റസൂൽ പറഞ്ഞത്, എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. സംവരണമില്ലാതെ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പങ്കാളിത്തം ഈ രാജ്യത്ത് അനുവദിക്കപ്പെടില്ല. പുരുഷാധിപത്യത്താൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് അന്നെടുത്ത തീരുമാനം മാറ്റേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് സംവരണം ആവശ്യമുണ്ട് എന്നുള്ള തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് അന്ന് സ്പീക്കർ റസൂൽ പറയുകയുണ്ട്. അന്ന് തൊട്ട് ഇങ്ങോട്ട് സ്ത്രീകളുടെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെന്റിൽ, നിയമനിർമ്മാണ സഭകളിൽ അർഹമായിട്ടുള്ള പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം മഹിളാ പ്രസ്ഥാനങ്ങൾ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, രാജ്യത്തെ മറ്റ് ഇടതുപക്ഷ മഹിളാ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം ഈ രാജ്യത്തെ പാർലമെന്റിനകത്ത്, നിയമനിർമ്മാണ സഭകൾക്കകത്ത് അർഹമായിട്ടുള്ള സ്ത്രീ പങ്കാളിത്തം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ടി ദാമോദരൻ അധ്യക്ഷനായി. FCTU ജില്ലാ മഹിളാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ NK ലസിത, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. FCTU ജില്ലാ സെക്രട്ടറി K ഹരിദാസ് സ്വാഗതവും AV റീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.